എൻ്റെ വീട് ആ പൊട്ടിയൻ്റെ അടുത്തായിട്ടാണ്. പിന്നെ അതേപോലെ നമ്മൾ സ്കൂളിൽ പോയാലും എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ പുഴയും നമ്മളെ ഫ്രണ്ട്സും ഒക്കെ പോയാലും നല്ല വിഷമമുണ്ട്. ഫ്രീ ടൈമിൽ വൈകുന്നേരം നമ്മൾ അങ്ങനെ പോയിരിക്കും. അങ്ങനെ അന്ന് വെള്ളിയാഴ്ച പിന്നെ എല്ലാവരും കണ്ടത്. പിന്നെ എല്ലാവരും കണ്ടിട്ടില്ല. പിന്നെ ഈ തിങ്കളാഴ്ചയാണ് അറിയണേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിന്. അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. ഞാനന്ന് ഒരുപാട് വിഷമിച്ച് ഒരുപാട് കരഞ്ഞു. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ സഹപ്രവർത്തകരും നാടും നാട്ടുകാരും ഒക്കെ വളരെയേറെ വിഷമത്തിലായി, സങ്കടത്തിലായി. എല്ലാം തകർന്ന പോലെയായിരുന്നു അനുഭവപ്പെട്ടത്. എല്ലാം കൈവിട്ടു പോകുന്ന പോലെ, എന്താ പറയുക, ദൈവം പോലും നമ്മളെ ഉപേക്ഷിച്ച പോലെയുള്ളൊരു തോന്നലാണ് അന്നുണ്ടായത്. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പെട്ടെന്ന് ഇടപെട്ടു. ഞങ്ങളെ മേപ്പാടി ഗവൺമെൻറ് സ്കൂളിലേക്ക്, വെള്ളാർമല സ്കൂളിനെ പെട്ടെന്ന് തന്നെ മാറ്റുകയാണ് ചെയ്തത്. നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം. അവിടെ എങ്ങനെയായിരുന്നോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയണം. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ വിളി വന്നത്. ആ വിളി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയേറെ വലിയൊരു ആശ്വാസമായിരുന്നു. കുറേ ക്ലാസ്സുകൾ ഇവർക്ക് നഷ്ടപ്പെട്ടതാണ്. ഏകദേശം 3 മാസത്തോളം ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഒരുമിച്ച് കിട്ടിയാൽ, ഒരേ സ്ഥലത്ത് കിട്ടിയാൽ, ചെറു ഗ്രൂപ്പാക്കിയാൽ, പക്ഷെ അതിനുള്ള ക്ലാസ് റൂമുകൾ ഞങ്ങൾക്കില്ലായിരുന്നു. അന്നേരമാണ് ഒറാലിയം ഗ്രൂപ്പിൻ്റെ ആവശ്യം ഇങ്ങോട്ട് വന്നതും അവരുടെ സഹായം വരുന്നതും ഞങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച്. കാറ്റുണ്ട്, എന്നാൽ മഴ കൊള്ളില്ല, വെയിൽ കൊള്ളില്ല എന്ന സാഹചര്യത്തിൽ, ശരിക്കും പറഞ്ഞാൽ വെള്ളാർമലയിലിരുന്ന ഒരു സാഹചര്യത്തിൽ അവർ കൃത്യമായിട്ട് അവർ സ്വീകരിക്കുകയും ചെയ്തു. വയനാട് വെള്ളാർമല സ്കൂളിൻ്റെ റൂഫിംഗ് പ്രോജക്റ്റുമായിട്ട് സഹകരിക്കാൻ ഒറാലിയത്തിന് സാധിച്ചതിൽ വളരെയധികം സന്തോഷം, സംതൃപ്തിയുണ്ട്. കേരള ഫാബ്രിക്കേറ്റേഴ്സ് അസോസിയേഷനും ഒറാലിയം ഡീലേഴ്സും കൂടെ ഒരുമിച്ച് സഹകരിച്ചാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ലെന്നറിയാം. എങ്കിലും നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ നമുക്ക് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കാം. എല്ലാം നല്ലതിനാവട്ടെ എന്ന് നമുക്ക് കരുതി മുന്നോട്ട് പോകാം.